ഹായ് എല്ലാവർക്കും നമസ്കാരമുണ്ടേ. ഞമ്മിപ്പോൾ നിൽക്കുന്നത് നിലമ്പൂരിൽ നിന്ന് 15 കിലോമീറ്റർ ഉള്ളിലോട്ട് മാറി നെടുമ്പുഴ റെയിൻ ഫോറസ്റ്റിൻ്റെ കമാനത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ കമാനത്തുമ്മ എഴുതി വെച്ചിരിക്കുന്നത് കരിമ്പുഴ വൈൽഡ് ലൈഫ് സെഞ്ചുറി എന്നാണ് ഇതുമേലെ എഴുതി വെച്ചിരിക്കുന്നത്. ആ ഫിഷിനൊക്കെ അടിപൊളി ഡീറ്റെയിൽ അല്ലേ. നമ്മിപ്പോൾ നെടുമ്പുഴ റെയിൻ ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. നമ്മൾ അതിൻ്റെ ഭാഗത്ത് എൻഡിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ മൊത്തം തേക്കിൻ്റെ പ്ലാന്റേഷനാണ്. ഏകദേശം 55 കൊല്ലം ആയാൽ മാത്രമേ ഇവിടെ തേക്കുകൾ വെട്ടുകയുള്ളൂ. വെട്ടിയിട്ട് ലേലം ചെയ്യുന്നതാണ്. മാസത്തിൽ 4 പ്രാവശ്യങ്ങളിലൂടെ ലേലം നടക്കൂട്ടാണ്. ലോകത്തിലെ തന്നെ നമ്പർ 1 ആയിട്ടുള്ള നിലമ്പൂർ തേക്കുകൾ എന്ന് പറയുന്ന തേക്കുകളാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗോൾഡൻ തേക്കുകളാണ് ഈ തേക്കുകളെല്ലാം. അതുപോലെ തന്നെ നമുക്കിവിടെ ലേലം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ലേലം ചെയ്യാം. ക്യൂബിക് ഫീറ്റിനാണ് കേട്ടോ. ക്യൂബിക് ഫീറ്റിന് ഏകദേശം 1000 മുതൽ 18,000 രൂപ വരെ വില വരുന്ന തേക്കുകൾ ഇവിടെ ഉണ്ട്. 18,000 രൂപ വില വരുന്ന തേക്കുകളൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ നട്ടിട്ടുള്ള തേക്കുകളാണ്. ബ്രിട്ടീഷ് പ്ലാന്റേഷനിലെ തേക്കുകളൊന്നും തന്നെ വെട്ടാറില്ല. അത് കടപിഴുതോ കാറ്റത്തൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അതിനെ സൈസാക്കിക്കൊണ്ടാണ് ലേലം ചെയ്യുന്നത്. അത് ഏകദേശം 100 കൊല്ലങ്ങൾക്ക് മേലെ പഴക്കമുള്ള തേക്കുകളാണ്. പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊല്ലങ്ങളൊക്കെ നിശ്ചയിക്കുന്നത്. ഇവിടെ ഒരു തേക്ക് വെട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് പകരമായി 2 തേക്കും തൈ നടും. 2 തേക്കും തൈ നട്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മൾ 10,000 തേക്കാണ് വെട്ടണമെന്നുണ്ടെങ്കിൽ 20,000 തേക്കും തൈ നട്ടതിന് ശേഷം അതിനെ ഓരോ 10 കൊല്ലം കഴിയുമ്പോഴും അതിൻ്റെ വളരാൻ ബുദ്ധിമുട്ടുള്ള തേക്കുകൾ നോക്കി വെട്ടി അതിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതിനെ ഇടവെട്ടെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ വെട്ടി ഷേപ്പാക്കി വീണ്ടും 10,000-ലേക്ക് തന്നെ അതിനെ കൊണ്ടുവരും. അങ്ങനത്തെ തേക്കുകളാണ് ഇപ്പോൾ ഈ നിൽക്കുന്നത്. അതാണ് തേക്കുകളെല്ലാം നേരൊക്കെ കൃത്യമായിട്ട് പോകുന്നത്. ഏകദേശം ഒരു തേക്കിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 100 അടി ഹൈറ്റൊക്കെ ഇവിടെ തേക്കുകൾക്ക് ഉണ്ടാവും. അതൊരു വലിയൊരു ലോകമാണ് തേക്കിൻ്റെ. ഇവിടെ നമുക്ക് തേക്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇവിടെ വരാം. ഇവിടെ ലേലം ചെയ്താൽ ഡയറക്റ്റ് ലേലം ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇവിടെ ലേലം ചെയ്തിട്ട് ആളുകളുണ്ട്. അവരിൽ നിന്നൊക്കെ എടുക്കുമ്പോഴും നമുക്ക് അതിൻ്റെ കൃത്യത പൊട്ടോ വല്ല കേടുകളൊക്കെ ഇല്ലാത്തൊക്കെ നോക്കി കറക്റ്റായിട്ട് നമുക്ക് എടുക്കാൻ കഴിയും. അപ്പോൾ അവരുടെ ഫോൺ നമ്പറാണ്. ഇനി നമ്മുടെ വണ്ടിക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല. ഇനി നമുക്ക് നടന്നാണ് പോകേണ്ടത്. അവിടെ നമുക്ക് അടിപൊളി ഒരു സംഭവം കാണാനുണ്ട്. അപ്പോൾ അതിക്ക് മുമ്പ് കുറച്ച് കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് തയ്യാറെടുക്കുകയാണ്. അങ്ങനെ നമുക്ക് പോകാം. ഇപ്പോൾ ഈ കാണുന്ന പാലം കടന്നിട്ട് വേണം നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ. 1933 നിർമ്മിച്ചിട്ടുള്ള പാലമാണിത്. ഈ കാണുന്ന കാടുകളിലാണ് കാട്ടുചോലയിൽ ആദിവാസി സമൂഹത്തെ നയിക്കുന്നവർ എന്നർത്ഥം വരുന്ന ചോല നായ്ക്കർ എന്ന വളരെ റയറായിട്ടുള്ള വിഭാഗം താമസിക്കുന്നവർ. അവർ ഉൾക്കാടുകളിലാണ് താമസിക്കുന്നത്. അവരെ നമുക്ക് കാണാൻ കഴിയില്ല. അവിടെ മൂപ്പനാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണിത്. ഇവർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. മൂപ്പൻ ആനയുടെ ചവിട്ടേറ്റ് മരണപ്പെട്ടു. 2005 റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹിയിൽ ഇവർ രണ്ടാളും പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിൽ ആരെങ്കിലും ഇവിടെ സന്ദർശിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ഈ പുഴയിലിറങ്ങി കുളിക്കരുത്. അതിൻ്റെ ബോർഡിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഒരുപാട് മരണങ്ങൾ നടന്നിട്ടുള്ളൊരു പുഴയാണ്. വളരെ ഡേഞ്ചറാണ്. കുഴികളുണ്ട്. അങ്ങനെ നമ്മൾ പാലം കടന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്കിത് ഇതേപോലൊരു വലിയൊരു മരം കാണാം. ആ മരത്തിൽ നിന്നുകൊണ്ട് ഫോട്ടോകളൊക്കെ എടുക്കാം. പിന്നെ നല്ലൊരു ആട്ടുംപറ്റം അവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗമായിരിക്കുള്ളൂ ഈ ആടിനെ വളർത്തൽ. അപ്പോൾ ആട് കുറച്ചൊന്നുമല്ല കേട്ടോ, ഒട്ടനവധി ആടുകളുണ്ട്. അവയെല്ലാം വളരെ ധൈര്യത്തോടു കൂടി തന്നെയാണ് ഈ കാട്ടിലൂടെ സഞ്ചരിക്കുന്നത്. ഈ കാട്ടിൽ പുലികളും കരടികളൊക്കെ ഇറങ്ങാറുള്ള കാടുകളാണ്. പക്ഷേ ഈ അടുത്ത കാലത്തൊന്നും കരടി സാധനങ്ങളൊന്നും ഇവിടെ വന്നിട്ടില്ല കേട്ടോ. അടിപൊളി സ്ഥലമുണ്ട്. അടിപൊളി സ്ഥലം എന്ന് വെച്ചാൽ കാണേണ്ടതാണ്. അതുപോലെ തന്നെ പ്രൈമറി കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു സ്കൂളാണിത്. ഇതിലിപ്പോൾ പ്രവർത്തനമൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ ഇവിടെയൊക്കെ വന്നൊന്ന് കാണേണ്ടതാണ്. അടിപൊളി അറ്റ്മോസ്ഫിയറാണ്. നല്ല രസമുണ്ട്. നല്ല വൈബാണ് ഇവിടെ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തിൻ്റെ നമുക്കൊരു ബോർഡ് കാണാം. ഇപ്പോൾ ഈ ബോർഡ് കണ്ട സന്ദർശകർക്ക് ആ ഭാഗത്തേക്ക് പ്രവേശനമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്നും പ്രവേശനമില്ല. നമ്മൾ വീഡിയോ ഒന്നും അവരൊന്നും ഉൾപ്പെടുത്തിയിട്ടുമില്ല. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നത് നമ്മൾ ഈ ഒരു ആനപ്പന്തി കാണുന്നതിന് വേണ്ടിയാണ്. തേക്കിലാണ് ഫുള്ള് നിർമ്മിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഭയങ്കര അത്ഭുതമാണ് ഇപ്പോൾ കാണുമ്പോൾ. തേക്കിൻ്റെ തടികൾ അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് വെറുതെ സൈസാക്കി അങ്ങനെ തന്നെ പണിതിട്ടുള്ളൊരു സംഭവമാണ് ഈ കാണുന്നത്. തേക്ക് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അടിപൊളി സംഭവം ഉണ്ടാകും. ഇവിടേക്ക് ഒന്ന് വന്ന് കാണുന്ന നന്നായിരിക്കും. അപ്പോൾ നിലമ്പൂരിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 15 കിലോമീറ്റർ ഉള്ളിലോട്ട് മാറി നെടുമ്പുഴ റെയിൻ ഫോറസ്റ്റിലാണ് ഇപ്പോൾ ഉള്ളത്. ആനപ്പന്തിയുടെ ഫുൾ ഡീറ്റെയിൽ ഈ ബോർഡിലുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊരു വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ നിങ്ങൾ പറയണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ.